എൻ്റെ പൊന്ന് ഗൈസ്, എനിക്ക് ഒരിക്കലും പോകാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തതല്ല. പത്മോസിന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇന്ന് പോയിട്ട് തിരിച്ചു വരണം എന്നുള്ളത്. നാളെ ഇന്ന് പോവുക 7-8 മണിക്കൂറാണ്, അങ്ങനെ കിട്ടി. ഒരു സ്വപ്നയാത്രയുടെ തുടക്കം. ഗ്രീസിലെ ഏതൻസിൽ വിമാനമിറങ്ങുമ്പോൾ മനസ്സിൽ ഒരു ലക്ഷ്യം മാത്രം, പത്മോസ്. ഹലോ ഫ്രണ്ട്സ്, ഞാനിത് ഗ്രീസിൽ വന്ന് ലാൻഡ് ചെയ്തിട്ട് ഫസ്റ്റ് നേരെ അവിടുത്തെ സിറ്റിയിലോട്ട് പോവുകയാണ്. പറ്റുവാണെങ്കിൽ പത്മോസ് ഐലൻഡ് പോകണമെന്നുള്ള പരിപാടിയില്ല. എനിക്ക് അവിടുന്ന് ഗ്രീസിൽ പിറാസ് എന്ന് പറഞ്ഞ ഒരു പിന്നെ അവിടുന്ന് ഷിപ്പുണ്ട്. ഞാനിവിടെ നിന്ന് സാധനങ്ങളൊക്കെ അടുക്കി ജസ്റ്റ് വന്ന് ഇറങ്ങി അറൈവിലാണ്. ഇവിടുന്ന് മെട്രോ ട്രെയിനുണ്ട്, നേരെ പോകുന്ന പരിപാടികളാണ്. അപ്പോൾ ഇവിടുത്തെ ഗ്രീസിലെ കാഴ്ചകൾ കാണാം കേട്ടോ. നല്ല ക്ലൈമറ്റ്, ഇവിടുത്തെ സീസണൊക്കെ കഴിയുന്ന ഒരു സമയമാണ് ഇവിടുന്ന്. അത് കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ യോഹന്നാൻ അപ്പസ്തോലനെ അവിടെ ചങ്ങല കിട്ടുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ചെയിനും അങ്ങനെ ഒരു പിന്നെ നമ്മുടെ തോമസ് ലീഗയുടെ തലയോട്ടി ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അത് എടുത്ത് മാറ്റി വെക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട്. ഏതായാലും എനിക്ക് അറിയത്തില്ല, നമ്മളത് പറഞ്ഞു കേട്ടുള്ള അറിവാണ്. ഇനി ഏതായാലും പോയി നോക്കാം. ഗ്രീസിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇതൊരു മെട്രോ ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞാനോർത്ത് ഭയങ്കര തണുപ്പായിരിക്കും എന്നൊക്കെ ഓർത്ത് എൻ്റെ ജാക്കറ്റൊക്കെ എടുത്ത് ഞാൻ ബാഗിനകത്ത് വെച്ചു. ബാഗ് ഇത്ര പഫി ആയെന്നുള്ളൂ. അത് ചെറിയ ബാക്ക് പാക്കല്ലേ. നമ്മൾ 3-4 ദിവസത്തേനാണ് വന്നിരിക്കുന്നത്. അപ്പം ഇപ്പോഴൊരു ട്രാക്കൊക്കെ വെച്ചാൽ എനിക്കൊരു ചെറിയൊരു ചെറുദോഷക്കോളൊക്കെ പോലെ ഒരു ആകെപ്പോലെ ഒരു സുഖമില്ല. ഇനി ഏതായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഇന്ന് ഇറങ്ങി വരുമ്പോഴുള്ള വിശേഷം ഗ്രീസിനെ കുറിച്ച്. രണ്ട് കസ്റ്റംസിൽ ഒരാഴ്ച 2 സൈഡാണ്. നമ്മുടെ പാകിസ്ഥാനും ഇന്ത്യയും ബോർഡർ പോലെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണമെന്നുണ്ടെങ്കിൽ തുർക്കിഷ് കാണാമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഗ്രീസിലോട്ട് വരാൻ പറ്റത്തില്ല. 50 euro കേട്ടോ. I heard like generally there are only green, blue and orange and pink line. Yeah. That's all, isn't it? I see here you see 01. 01? 1707. Yeah. It goes to Piras directly from here. 01. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ട്രെയിൻ വന്നു. പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ട്രെയിൻ വന്നു. അപ്പോൾ ചാടിക്കറി ട്രെയിൻ കയറുക, ടിക്കറ്റ് എടുത്തു. ഇദ്ദേഹം ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, ജർമ്മൻകാരനാണ് ഇവിടെ താമസിക്കുന്നത്. ഇതാണ് ട്രെയിൻ, ബ്ലൂ ലൈനിലേക്ക് പോകും. 6 degrees. It's winter starter. Yeah, of course. Actually after September it's going to be cold, isn't it? Beginning of October it start cold. Depends, maybe we don't see summers as well. നമ്മൾ പിരാസിൽ വന്നിറങ്ങി. ഇവിടുത്തെ ട്രെയിനാണ് കേട്ടോ. ട്രെയിൻ പോയി, ബൈ. പിരാസ് കേട്ടോ. സ്റ്റേഷനിൽ നിന്ന് നേരെ ഇറങ്ങി. ഈ സ്റ്റേഷനായത് മനസ്സിലായില്ല, ഞാൻ ചോദിച്ചത്. ഇത് ലാസ്റ്റ് സ്റ്റോപ്പാണ് ഇവിടുത്തെ. 5:20 ഇനിയിപ്പോൾ പത്മോസിലോട്ട് പോകാൻ പറ്റുമോ എന്ന് നോക്കുമായിരുന്നു. നേരിട്ട് ഓൺലൈൻ ചെയ്യാൻ നോക്കിയപ്പോൾ നടന്നില്ല. ഇവിടുന്ന് പത്മോസിലോട്ട് പോകാൻ പറ്റും, പക്ഷേ പത്മോസിൽ തിരിച്ച് 8 മണിക്കൂർ ഫെറിയാ. തിരിച്ച് ടിക്കറ്റ് കാണുന്നില്ല. അപ്പം നാളെ ഇവിടെ നാഷണൽ ഡേ. അപ്പം എനിക്ക് തിരിച്ച് വരാൻ പറ്റിയിരുന്നുണ്ടെങ്കിൽ ആ പണിയാവുമല്ലോ. എക്സിറ്റ്. അപ്പം നേരെ കയറി ടിക്കറ്റ് എടുത്ത് പറ്റുവാണെന്നുണ്ടെങ്കിൽ നേരെ പോകാമല്ലോ. എനിക്ക് ഇന്ന് അവിടെ കിടന്നിട്ട് നാളെ കണ്ടിട്ട് വരാനുള്ള പരിപാടിയാണ്. ഇവിടെ വിൻ്റർ തുടങ്ങുന്ന പ്രമാണിച്ച് എപ്പോഴും ഫെറി ഇല്ലെന്നാണ് പറഞ്ഞു. നേരെ പോയി നോക്കാം. ഇതാണ് ഇവിടുത്തെ മെയിൻ ലൈന്, ബ്ലൂ സ്റ്റാർ ഫെറി. 5:30 6 മണിയാകുമ്പോൾ പോകും. നേരെ അപ്പുറം എനിക്ക് കയറണം, അത് ക്രോസ് ചെയ്യണം. ഇവർ ക്രോസ് ചെയ്യുന്നത്, നമുക്കും കയറാം. അങ്ങനെ ഇവിടെ ദേശത്ത് കാല് കുത്തി കേട്ടോ സ്ട്രീറ്റിൽ. പക്ഷെ എപ്പോഴും സംഭവം ഇല്ലെന്നാ പറഞ്ഞേ. ടിക്കറ്റ് കയറിയിട്ടില്ല, പാഞ്ഞു പിടിച്ച് ചെല്ലട്ടെ. ബ്ലൂ സ്റ്റാർ ഇവിടുത്തെ മെയിൻ ലൈനാണ് കേട്ടോ. 2-3 കമ്പനി ഉണ്ടെന്നാണ് പറഞ്ഞേ. കാരണം ഇന്ന് പോയി കഴിഞ്ഞാൽ നാളെ ഇല്ല. നാളെ ഞാൻ അവിടെ പോയിടും. ഇപ്പോൾ ഒരു ഫുൾ ഡേ അവിടെ പോയില്ലേ. ഇനി എന്നാൽ നാളെ രാവിലെ ചെല്ലുള്ളൂ. ഒരു പഴയ കാറാണല്ലോ. അതാണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ക്യാഷ് കോശിയോ. ഹലോ ബ്രദർ, എക്സ്ക്യൂസ് മീ ബ്രദർ, ഹൗ ടു ഗെറ്റ് ദേ ടു ദ ഫെറി സ്റ്റേഷൻ? അങ്ങോട്ടാണ് പോകണ്ട. ഞാൻ അവിടെ വന്ന ട്രെയിൻ ഇറങ്ങിയത്. ഇനി അത് ക്രോസ് ചെയ്യണം. ആകപ്പാടെ വള്ളിയായി. ട്രെയിന് ഷിപ്പിൽ ഇങ്ങനെ വണ്ടികൾ കയറ്റിക്കൊണ്ടിരിക്കുക. ചാടാൻ പോവാ. പാഞ്ഞു പിടിച്ച് ചെല്ലട്ടെ. 5:30 ഇവിടെ ഇരുട്ടെന്ന് പറഞ്ഞേ. ടിക്കറ്റ് എടുക്കാൻ നോക്കിയിട്ട് നടന്നില്ലായിരുന്നേ. ഇനിയിപ്പോൾ ഇമ്മാരത് ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ അടലയിലുള്ള സീലിംഗ് പോലെ തന്നെ കങ്കൂരുവലിൻ്റെ പോന്നേ. ഓടി ചെന്നിട്ട് ടിക്കറ്റ് കൊടുക്കുന്നവന്മാരുണ്ടെന്ന് പറഞ്ഞേ. ഇത് ന്യൂസ് ഏജൻസിയാണെന്ന് തോന്നുന്നു. കൊടുക്കത്തില്ല. എന്നെ തര വിളിച്ചു.
ഓ ഇതാന്ന് തോന്നുന്നു കേട്ടോ. So it's going to the ferry? Inside ferry? Ferry. I want to go to the ferry. ഓ ഇതാണ് നമ്മുടെ ബ്ലൂ സ്റ്റാർ ഫെറി. കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഓടി ചെന്ന് നോക്കാവേ. Should I go? Where is the ticket they're selling it? Where can I get tickets? For Ferry ticket. Ferry, yeah. Inside? അയ്യോ ഇതല്ല പോകുന്നത്, ഈ സാധനമല്ല, വേറെ ബസ്സേ പോകണം. ആ ബസ്സേ പിടിച്ച് പോകാൻ അരമണിക്കൂറുണ്ട്. ഇവിടുന്ന് ബസ്സേ കയറി ഗേറ്റ് A1 പോകണം. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാം. അതെ, അവിടെയായിരുന്നു ടിക്കറ്റ്. എന്നോട് ആദ്യം പറഞ്ഞു ഗേറ്റ് 7 പോകാൻ പറഞ്ഞു. ഗേറ്റ് 7 ഞാൻ ഓടി അവിടെ ചെന്ന് ടാക്സി വിളിച്ച് അവിടെ പറഞ്ഞു ഗേറ്റ് 1 പോകാം. അടുത്ത ടാക്സി വിളിച്ചിട്ട് അതിലൊരു ഒരാളുണ്ടായിരുന്നു. പറന്ന് അവിടെ നിന്ന് കയറി തിരിച്ചിവിടെ വന്നു. എന്നിട്ട് അയാൾ എനിക്ക് വെയിറ്റ് ചെയ്ത് എന്നെ ഈ പോർട്ടിൽ വരെ കൊണ്ടുപോയിട്ട് ഭാഗ്യത്തിൽ എനിക്ക് കിട്ടി. ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇന്ന് പോയിട്ട് തിരിച്ചു വരണമെന്നുള്ളത്. നാളെ ഇന്ന് പോവുക 7-8 മണിക്കൂറാണ്. അങ്ങനെ കിട്ടി. നമ്മുടെ ഷിപ്പിനകത്ത് ഫുഡാണ് കേട്ടോ. ഞാനപ്പോൾ ഇത് ബീഫ് സ്റ്റീക്ക്, ദിസ് ഇസ് പോർക്ക് വില്ല്, എല്ലാം കൂടെ മേടിച്ച് ഞാനൊരു സാധനം മേടിച്ചു. നമ്മുടെ ഷിപ്പിലെ ഫുഡാണ് കേട്ടോ. ഞാൻ ഇന്നിതാ മേടിച്ചത്. ചോറ്, ബീഫ് സ്റ്റീക്ക്, സോസും മയോണൈസ് സോസും എല്ലാം കൂടെ 32 യൂറോ കേട്ടോ. നല്ല എക്സ്പെൻസീവാണ്. രാത്രിയുടെ കടലിൽ നീങ്ങുന്ന ആ പടുകൂറ്റൻ കപ്പൽ ഏകദേശം 5-6 നിലകളുള്ള ഒരു ഒഴുകുന്ന നഗരം പോലെ തോന്നി. വിശാലമായ ഹോട്ടൽ സൗകര്യങ്ങൾ, വിശ്രമിക്കാൻ വലിയ ലോഞ്ചുകൾ, ലൈബ്രറി, സ്മോക്കിംഗ് ഏരിയ, ഓരോരുത്തർക്കും അവരുടെ യാത്ര ആസ്വദിക്കാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. മറ്റുള്ളവരെ പോലെ ഞാനും ആ ലോഞ്ചിലിരുന്ന് വിശ്രമിച്ചു. എന്നാൽ മനസ്സ് മുഴുവൻ ഒരു പ്രതീക്ഷയായിരുന്നു. പത്മോസ്. നമ്മൾ പത്മോസിൽ ഇവിടെ വന്ന് ഇറങ്ങിയത് ഷിപ്പിൽ നിന്ന് ഇറങ്ങി രാത്രി 2 മണിയായപ്പോൾ കേട്ടോ. ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് പോരുക. നേരെ റൂമിലോട്ട് പോവാ. കാംബോസ്. ഈ പത്മോസിന് ഫെറിയെ തന്നെ പോകുന്നെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചു വേണം. പത്മോസ് ലാസ്റ്റ് സ്റ്റോപ്പ് അല്ല, പിന്നെയും മുന്നോട്ട് പോകാനുണ്ട്. ഞാനോർത്ത് ഇവിടെ അങ്ങോട്ട് കഴിയുമായിരിക്കുന്നു. നമ്മുടെ ഹോട്ടലിലേക്ക് ഞാൻ നടന്നു പോവുക. തൊട്ട് കീഴെയാണ്, 200 മീറ്ററേ ഉള്ളൂ. തൊട്ട് കീഴെ ഒരു ബേക്കറിയൊക്കെ ഉണ്ട്. ഇവിടെ റെൻ്റേ കാർ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച. നമ്മൾ ഷിപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുവാണ് ഇവിടുന്ന്. ഞാൻ നേരെ എൻ്റെ റൂമിലോട്ട് പോവാണ്. വളരെ സേഫാണ്. എനിക്കായി പറഞ്ഞ ഹോട്ടലിലേക്ക് പോകാൻ ഒരു 2-3 മിനിറ്റ് നടപ്പുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ ഹോട്ടലിലേക്ക് അവിടെ ചെന്നു. അവിടെ ഒരു അപ്പച്ചൻ എന്നെ കാത്തു നിന്നിരുന്നു. അവിടെ കുളിച്ച് എൻ്റെ റൂമിൽ ഞാൻ കിടന്നുറങ്ങി.